നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏത് ഐഡിയിലേക്കാണ് അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏത് ഐഡിയിൽ നിന്നും അയക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം, മെയിലിലെ മാറ്റർ എന്താവണമെന്നാ. പറഞ്ഞുതരാം. നിധി അറിഞ്ഞു കാണുമായിരിക്കും, ഇത്തവണയും ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഗൗതം ഗോപിനാഥിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള നമ്മുടെ മാറ്റർ. മെയിൽ അയക്കേണ്ടത് അവാർഡ് കമ്മിറ്റിയുടെ ഐഡിയിലേക്കാണ്. അത് ഗൗതം ഗോപിനാഥിന്റെ ഐഡിയിൽ നിന്ന് വേണം അയക്കാൻ. അല്ല സർ, മാറ്റർ ക്ലിയർ ആയിട്ടില്ല. വെയിറ്റ്, അതിലേക്കാണ് നിധി ഞാൻ വരുന്നത്. എന്താ പറഞ്ഞ മാറ്റർ? യെസ്, 2 വരി, 2 വരി ഇരിക്കും. റെസ്പെക്റ്റഡ് സർ, കഴിഞ്ഞ വർഷവും ഗൗതം ഗോപിനാഥ് എന്ന എനിക്ക് തന്നെയായിരുന്നു ബെസ്റ്റ് ബിസിനസ്മെൻ അവാർഡ്. ആ കാരണത്താലും പുതിയ ആൾക്ക് പ്രചോദനമാകാൻ വേണ്ടി കൂടിയും ഇത്തവണത്തെ അവാർഡ് മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നും ആയതിനാൽ ഞാൻ ഈ അവാർഡ് ഇതിനാൽ നിരസിക്കുന്നതായും അറിയിച്ചുകൊള്ളുന്നു. വിശ്വസ്തയോടെ ഗൗതം ഗോപിനാഥ്. അങ്ങനൊരു മെയിൽ ഗൗതമിന്റെ ഐഡിയിൽ നിന്നും അവാർഡ് കമ്മിറ്റിയുടെ ഐഡിയിലേക്ക് പോയാൽ ഇത്തവണത്തെ ബെസ്റ്റ് ബിസിനസ്മെൻ അവാർഡ് എന്റെ കയ്യിലേക്ക് ഇങ്ങ് പോരും. എല്ലാ കാലവും ഈ ഗൗതം ഗോപിനാഥ് അവാർഡ് വാങ്ങുന്നത് ടിവിയിൽ കണ്ട് രോമാഞ്ചം കൊള്ളാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി മഹാമനസ്കനൊന്നും അല്ല നിധി ഞാൻ. ഇത്തവണ അതെനിക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ ഒരു മെയിൽ നിധിക്ക് അയക്കാൻ പറ്റിയാൽ ഈ നിധി കുട്ടികളുടെ പ്രിയപ്പെട്ട നിധി ടീച്ചറായി ഇവിടെ എന്നും തുടരും. അല്ല സർ, സാറിന്റെ ഷോ അത് കഴിഞ്ഞോ? എലിയെ തുരത്താനായി ചോദിച്ച പണം കൊടുത്ത് ഈ ഇല്ലം തന്നെ സാറ് വാങ്ങിയതല്ലേ? കുറച്ചു നേരം സന്തോഷിച്ചോട്ടെ എന്ന് കരുതി ഞാനന്ന് അഭിനയിച്ചു തന്നതാ. എന്നാലും വല്ലാത്തൊരു ചെയ്തായിപ്പോയി സാറി ചെയ്തത്. നിസാരപ്പെട്ട എന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഈ സ്കൂൾ തന്നെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയല്ലോ. സാധാരണ എല്ലാവരും ചെറിയ മീനിനെ ചൂണ്ടയിൽ കൊരുത്ത് വലിയ മീനിനെ പിടിക്കാറാണ് പതിവ്. സാറൊരുമാതിരി സ്രാവിനെ കൊരുത്തിട്ട് നെത്തോലിയെ പിടിക്കാൻ നോക്കിയതുപോലെ ഉണ്ടല്ലോ. മുൻപ് പല അവസരങ്ങളിലും സാർ ഒരു മണ്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ മണ്ടനാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാർ എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു കളഞ്ഞല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. അതുപോട്ടെ. പിന്നെ ഈ ടീച്ചർ ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷനാണ് എന്ന് കരുതി ഈ സ്കൂൾ വാങ്ങി എന്നെ ഇവിടുന്ന് പുറത്താക്കിയ എനിക്ക് പഠിപ്പിക്കാൻ ഈ നാട്ടിൽ ഇനി വേറെ സ്കൂളില്ലെന്നാണോ സാറ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഒരു പുതിയ സ്കൂൾ തന്നെ അങ്ങ് തുടങ്ങിത്തരും. സത്യം പറയാലോ സർ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പുച്ഛമോ പരിഹാസമോ ഒന്നുമല്ല, സഹതാപം മാത്രമാണ് തോന്നുന്നത്. ഒരു അവാർഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി സാറ് നേടിയെടുത്ത കുറുക്ക് വഴി ഉഗ്രനായിട്ടുണ്ട്. അല്ല, സാറിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാണം തോന്നുന്നില്ലേ സാറിന്? കുറുക്ക് വഴികളിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ശീലിച്ചവൻ അഭിനന്ദനങ്ങൾ പോലും ആ വഴിക്ക് നേടാനേ ശ്രമിക്കൂ.
പിന്നെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെന്ന് ഊറ്റം കൊള്ളുന്ന സർവ്വ നേട്ടങ്ങളും മറ്റുള്ളവരെ ദ്രോഹിച്ചും വഞ്ചിച്ചും ചതിച്ചും മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരി ഉണ്ടാക്കിയതാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കണം. സാർ ഈ പറയുന്ന മര്യാദ എന്നൊക്കെ പറയുന്നത് കൊടുത്തു വാങ്ങേണ്ടതാണ് സർ. അവാർഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പൊ മേല് കീലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഛേ, അധ്വാനിച്ച് നേടൂ സർ, പദവിയും പ്രൗഢിയും ഒക്കെ. അല്ലാതെ മറ്റൊരാൾ അവാർഡ് നിരസിക്കുന്ന ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾ ഈ സ്കൂള് വിലയ്ക്ക് വാങ്ങിയെന്ന് കരുതി എന്നും ഈ സ്കൂള് നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതരുത്. എല്ലാം മാറി വരും സർ. ഇതേ സ്കൂളിലേക്ക് തന്നെ ഞാൻ ടീച്ചറായി മടങ്ങി വരിക തന്നെ ചെയ്യും. പോട്ടെ. ടീച്ചർ, ഇനി മുതൽ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലെന്ന് പറഞ്ഞത് സത്യമാണോ ടീച്ചറെ? ടീച്ചർ പോണ്ട ടീച്ചറെ, നിധി ടീച്ചറിന് ഞങ്ങൾക്ക് വേണം. അതിന് ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ. കുറച്ച് ദിവസത്തെ ലീവ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ടീച്ചർ വരുമല്ലേ? പിന്നല്ലാതെ വരും. ഇപ്പൊ എന്നാ ടീച്ചർ പൊയ്ക്കോട്ടെ. ശരി ടീച്ചറെ.